മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി ഗൗരി. പ്രത്യേകിച്ച് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പതിറ്റാണ്ടുകളായി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിൽ നിൽക്കുന്ന താരം തന്നെയാണ് നടി ഗൗരി. ഗൗരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം അഭിനേത്രി മാത്രമല്ല, നർത്തകി കൂടിയാണ്. ഒരു ഇൻഫ്ലുവൻസർ കൂടിയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുക കൂടിയാണ്. ഇപ്പോൾ താരത്തിന്റെ ജീവിതത്തിൽ നടന്ന ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചും ദാമ്പത്യത്തിൽ നടന്ന ചില പോരായ്മകളെക്കുറിച്ചും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് നാളുകൾക്ക് ശേഷം തുറന്നു പറയുകയാണ്. ദാമ്പത്യബന്ധം വേർപിരിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ നടി തയ്യാറായിരിക്കുന്നത്. ഒരു അഭിമുഖത്തിലാണ് നടി ഇപ്പോൾ ഇതിനെപ്പറ്റി തുറന്നു പറയുന്നത്. എന്തു പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കാനും മിണ്ടാതിരിക്കാനും എനിക്കാകില്ല. എനിക്ക് പ്രതികരിക്കേണ്ടതായി വരും, എനിക്ക് സംസാരിക്കേണ്ടതായി വരും. അത്തരമൊരു സന്ദർഭങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. അത് തന്നെ എൻ്റെ ദാമ്പത്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും രണ്ട് ഇഷ്ടക്കാരാണ്. ഞങ്ങൾക്ക് രണ്ട് ഇഷ്ടം തന്നെയാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. അത് പലപ്പോഴായി നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരുന്നു എന്ന് തന്നെ പറയുന്നത് സത്യമാണ് എന്ന് പറയുന്നു. ഈ വിഷയത്തെ ഭഗവാനെ എങ്ങനെ പരിചാരുമെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. സെൽഫ് റിയലൈസേഷൻ എനിക്കുണ്ടായി. ലൈഫ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കില്ലല്ലോ എന്നത് മനസ്സിലാക്കുന്നു. പ്രശ്നങ്ങൾ ഇല്ലാതാകണമെങ്കിൽ നമ്മൾ മരിച്ചു പോകണം. ഭഗവാൻ എനിക്കൊപ്പം ഉള്ളതുകൊണ്ട് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടരുത്, നിന്ന് അതിനെ അനുഭവിച്ചു മറികടക്കണം. ആരെയും ഞാൻ കുറ്റപ്പെടുത്തില്ല. അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക. മറ്റൊരാൾ നമ്മളെ ദ്രോഹിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക. പങ്കാളിയിൽ നിന്ന് മാത്രമല്ല, മാതാപിതാക്കളിൽ നിന്ന് പോലും ഒന്നും പ്രതീക്ഷിക്കരുത്. മക്കളിൽ നിന്നും തീരെ പ്രതീക്ഷിക്കരുത്. സ്നേഹിച്ചാൽ വേദനയും ദുഃഖങ്ങളും ബോണസ് ആണെന്ന് തന്നെ പറയണം. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, അതിലെനിക്ക് തർക്കവുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. എങ്ങനെ തന്നെ ഇഷ്ടമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളും താല്പര്യങ്ങളും എല്ലാം ഉണ്ട്. മനുഷ്യനാണ്, ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറും. അത് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മൾ മാറിക്കൊടുക്കണം. ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം അത് കൂടുതൽ വഷളായി. അതെനിക്ക് വേണ്ട. ആ ബന്ധം നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ഫാമിലി വേണമെന്ന അതിയായ ആഗ്രഹത്തോടെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആരും എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് മാതാപിതാക്കളോടാണ് പറഞ്ഞത്. അല്ലാതെ വിവാഹം കഴിച്ചോട്ടെ എന്ന അനുവാദം ചോദിക്കുക പോലുമല്ല ചെയ്തത്. ഒരു ഫാമിലി ബിൽഡ് ചെയ്യണം, എനിക്ക് ഒന്നിച്ച് ഇരിക്കണം, എല്ലാം ഒന്നിച്ച് ചെയ്യണം. കുറച്ച് സമയം എനിക്ക് വേണം. അങ്ങനെ ഒന്നിച്ച് പോകണം. പുറത്തു പോവുകയോ ഫ്രണ്ട്സിനൊപ്പം സമയം ചിലവഴിക്കുകയോ ചെയ്യാത്ത ആളായതുകൊണ്ടാകും. ഫാമിലി ടൈം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതെനിക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റല്ല, അതൊന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളല്ല. രണ്ടും രണ്ട് ഇഷ്ടത്തിലുള്ള ആൾക്കാരായിരുന്നു. അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വരെ എത്തിയതെന്ന് കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. ഓരോ വ്യക്തിയും ഓരോ രീതിയിലല്ലേ. അദ്ദേഹത്തിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. മാസത്തിൽ 2-3 ദിവസമെങ്കിലും ഒരുമിച്ച് ചിലവഴിക്കാൻ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അതുപോലും കിട്ടാതെ വരുമ്പോൾ ആ ബന്ധത്തിൽ തുടരുന്നത് അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നും. ആ വ്യക്തിയെയും വ്യക്തിയുടെ പ്രസൻസും എനിക്ക് വേണമെന്ന് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മാരീഡ് എന്നൊരു സ്റ്റേറ്റസ് മാത്രമുള്ളത് കൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഗൗരികൃഷ്ണൻ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഞാൻ ഭഗവാനോട് നന്ദി പറയും. കാരണം എനിക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായ ദാമ്പത്യ ജീവിതത്തിലൂടെയാണ് എന്ന് പറയാം. എന്തു പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ചിന്താശേഷി ഇല്ലാത്ത ഒരാളായി എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ജീവിതമാണ് എനിക്ക് പറ്റുന്നതെന്ന് ഗൗരി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.